അങ്ങനെ ഞങ്ങളിന്ന് പോകുന്നത് മുഴപ്പിലങ്ങാട് ബീച്ചിലാണ്. ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെ ഡ്രൈവിംഗ് ബീച്ചാണിത്. ഞങ്ങൾ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഞങ്ങളുടെ കൂടെ ഫാമിലീസിലെ കുറച്ച് പേരും കൂടെയുണ്ട്. ഏട്ടൻ വന്നാലുള്ള യാത്രകളിൽ ഇതുപോലെ ഞങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാണ് എൻ്റെയും മോൻ്റെയും ഏട്ടൻ്റെയും എല്ലാം സന്തോഷം. അങ്ങനെ ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിലേക്ക് എത്താറായിട്ടുണ്ട്. 2 വർഷം മുന്നേ ഞാനിവിടെ വന്നപ്പോൾ ഉള്ള ബീച്ചേ ആയിരുന്നില്ല ഇത്. ഇതിൻ്റെ മുഖച്ഛായ തന്നെ പാടെ മാറിയിരുന്നു. അതിനെനിക്ക് ഈ ഗവൺമെൻറ്റിനോട് ഒരു താങ്ക്സ് പറയാതിരിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം അത്രയും അട്രാക്റ്റീവായിട്ടാണ് നമ്മുടെ ബീച്ച് ഒരുക്കിയിരിക്കുന്നത്. നമുക്കൊരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിയെടുക്കാൻ ഇതുപോലുള്ള യാത്രകൾ നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇവിടുത്തെ ബീച്ചിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം കല്ല് പതിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കല്ലിൽ നമ്മൾ ചവിട്ടി നടക്കാനേ പാടുള്ളൂ. അല്ലാതെ നമ്മൾ നന്നായിട്ട് ഓടിക്കളിച്ചാലൊക്കെ നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ 2 പേര് വീണിട്ടുണ്ട് കേട്ടോ, എനിക്കറിയാവുന്ന. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വീണ് കഴിഞ്ഞാൽ നമുക്ക് നല്ല മുറിവ് തന്നെ പറ്റും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങുവാണെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ കാറിൻ്റെ ടയറൊക്കെ ചെളിയിൽ താഴ്ന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം പോകുന്ന സമയത്ത്. പിന്നെ ഇവിടെ കുട്ടികളൊക്കെ കളിക്കാനാണെങ്കിൽ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. സ്ലൈഡ് ഉണ്ട്. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നമുക്ക് കളിക്കാൻ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുട്ടികളെയൊക്കെ ഒരുപാട് കളിപ്പിച്ച് നന്നായിട്ട് ആസ്വദിക്കുക തന്നെ ചെയ്തു ഞങ്ങൾ. അതുവയ്ക്ക് ഒരുപാട് നാളായിട്ട് പറയുന്ന ഒരു കാര്യമായിരുന്നു കടലിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ ഇരുന്ന് അതുവിക്ക് എന്ന പേരെഴുതി വെച്ച് അത് മായ്ച്ച് കളയണമെന്നും കടലമ്മ വന്ന് മായ്ക്കുമോ എന്ന് നോക്കണമെന്നും അതൊക്കെ ടെസ്റ്റ് ചെയ്യണം അമ്മേ എന്നൊക്കെ പറയുമായിരുന്നു. എന്തായാലും ആ ആഗ്രഹമാണ് ഇന്ന് നടന്നിരിക്കുന്നത്. നമ്മൾ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങിയത് കൊണ്ട് ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വൈകുന്നേരം ആയപ്പോഴത്തേനും ശരിക്കും ഭയങ്കര ആളായിരുന്നു. നിങ്ങളും ഇതുപോലത്തെ യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ബീച്ചിനെയും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ അതുവിക്ക് അതുവിക്കെന്ന പേരൊക്കെ എഴുതി കടലമ്മ വന്ന് മായ്ക്കുമോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. കടലിൽ അങ്ങനെ കുളിക്കണമെന്നും കുറേ നേരം കളിക്കണമെന്നും എല്ലാം ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത്ര നേരമൊന്നും ഇവരെ കളിപ്പിക്കാൻ പറ്റിയില്ല. ഒന്നാമത് എല്ലാവർക്കും ചുമയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ കുളിക്കാനൊന്നും വിട്ടില്ല. നമ്മൾ ഇതുപോലെ എഴുതാനും അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നമ്മൾ കളിച്ചു. അതുവിക്കിന് ഫ്രണ്ട്സായി കുറേ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ നല്ല ഹാപ്പിയിലായിരുന്നു. അങ്ങനെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് പോയി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ തലശ്ശേരിയിലെ ലാഫെയർ എന്ന ഹോട്ടലിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു യാത്ര തന്നെയായിരുന്നു ഇത്. ആരെങ്കിലും പോകാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ബീച്ച് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകണേ. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.